ഹായ് ഹലോ ഓൾ. റിച്ചാർഡ് സ്റ്റീലിൻ്റെ ദ സ്പെക്ടേറ്റർ ക്ലബ്ബാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഐറിഷ് എസ്ഐസ്റ്റാണ്, പ്ലേ റൈറ്റാണ്, എഡിറ്ററാണ്, ആൻഡ് ഹീ ഈസ് ഓൾസോ എ പൊളിറ്റീഷ്യനാണ്. പീരിയോഡിക്കൽ എസ്സേസിൻ്റെ ആളാണ് നമ്മുടെ റിച്ചാർഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. നിങ്ങൾ ജോസഫ് ഹഡ്സൺ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. റിച്ചാർഡ് സ്റ്റീലിൻ്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന പേരാണ് ജോസഫ് ഹഡ്സൺ. അദ്ദേഹവും പീരിയോഡിക്കൽ എസ്സേസിൻ്റെ ആളാണ്. ഓക്കെ, അപ്പം ഹ്യൂമറസ് ആയിട്ട്, അതായത് അർബൻ ലൈഫിനെ പോർട്രേ ചെയ്യുന്നതാണ് റിച്ചാർഡ് സ്റ്റീലിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ അദ്ദേഹമാണ് ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ്, അതായത് ഓർഡിനറി സ്പീച്ച് എങ്ങനെയാണോ ആ ഒരു സിമ്പിൾ ലാംഗ്വേജിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യൂസ് അല്ലെങ്കിൽ ഫിലോസഫിയൊക്കെ പറഞ്ഞ് പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അദ്ദേഹത്തിൻ്റെ പ്രോസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വാം ആൻഡ് പാഷനേറ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ്. ആർട്ട് ഓഫ് ക്യാരക്ടറൈസേഷനിൽ വളരെയധികം മിടുക്കനാണ് ഇദ്ദേഹം. ഒരു ക്യാരക്ടറിനെ എങ്ങനെ എന്തൊക്കെ ഫീച്ചേഴ്സ് കൊടുക്കണമെന്നും ഒരു ക്യാരക്ടറിനെ എങ്ങനെ മോഡിഫൈ ചെയ്യണമെന്നും ഒക്കെ ഇദ്ദേഹത്തിന് നല്ല വൃത്തിക്ക് അറിയാം. ഓക്കെ, ഇപ്പോൾ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫൈനസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ആരുടെയാണ്? റിച്ചാർഡ് സ്റ്റീലിൻ്റെ. ആദ്യമേ ഇദ്ദേഹം സറ്റേഴ്സിൽ നിന്ന് തുടങ്ങി, ആൻഡ് പിന്നീടാണ് ഇദ്ദേഹം ഈ ഒരു സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് പോലെ, അതായത് ഒരു ഇമാജിനറി ക്ലബ്ബാണ്. അതിലൊരു 6 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 6 ക്യാരക്ടേഴ്സിനെയും ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള 6 ക്യാരക്ടേഴ്സാണ്. അത് ട്രൂ അല്ല, റിയൽ ആയിട്ടുള്ളതല്ല, ഫിക്റ്റീഷ്യസ് 6 ക്യാരക്ടേഴ്സാണ്. ആ 6 ക്യാരക്ടേഴ്സിലൂടെ ഒരു എന്താ പറയുക, ഈ എങ്ങനെ സൊസൈറ്റിയൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് ഈ അപ്പർ ക്ലാസ്സിനെയൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്തിട്ടൊക്കെ ഒന്ന് പറയുവാണ്. നമ്മുടെ ഏകദേശം നമ്മുടെ പണ്ടത്തെ ഒരു പ്രോഗ്രാമുണ്ട് മുൻഷി എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയുക, സാധാരണ ആളുകൾ, അതായത് ഓരോ സൊസൈറ്റിയിലെ ഓരോ സ്ട്രേറ്റിൽ നിന്നും ഓരോ ആളുകളെ എടുത്തിട്ട് ഒരു 6 പേരെ സെലക്ട് ചെയ്തിട്ട് അവർ 6 പേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു ഒരു ക്ലബ്ബിലിരുന്ന്. ആ ക്ലബിൻ്റെ പേരാണ് സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ 6 ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് സ്കെച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് സർ റോജർ ഡി കവർലി എന്നാണ്. അദ്ദേഹം അപ്പർ ക്ലാസ് ബ്രിട്ടീഷ് സൊസൈറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ക്യാപ്റ്റൻ സെൻട്രിയാണ് സെക്കൻഡ് ക്യാരക്ടർ. അദ്ദേഹം ഒരു മിലിറ്ററി ക്യാപ്റ്റനാണ്. വളരെയധികം ഡ്യൂട്ടിയോട് കമ്മിറ്റ്മെൻറ്റ് ഉള്ളത് ഒരു ക്യാരക്ടറാണ്. നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് സർ ആൻഡ്രൂ ഫ്രീ പോർട്ട്. അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ വളരെയധികം വെൽവേഴ്സ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് വിൽ ഹണി കൂംബ് എന്നാണ്. അദ്ദേഹം ഒരു സോഷ്യലൈറ്റാണ് കേട്ടോ. പക്ഷേ ഈ സീരിയസ് ബിസിനസ് കാര്യങ്ങളുമായിട്ടൊന്നും ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ളൊരു ഒരു അറിവുമില്ല, നമ്മുടെ ഫ്രീ പോർട്ടിൻ്റെ കണക്ക്. ക്ലർജിമാൻ ആണ് അദ്ദേഹം. ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ദ ക്ലർജിമാൻ. ലാസ്റ്റ് ക്യാരക്ടർ അല്ല, സോറി, സെക്കൻഡ് ലാസ്റ്റ് ക്യാരക്ടർ ദ ക്ലർജിമാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ക്ലബ്ബ് വിസിറ്റ് ചെയ്യാറുള്ളൂ. അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ വളരെ ഇൻ്റലക്ച്വൽ ആണ്, വളരെ കെയറിങ് ആയിട്ടുള്ള മനുഷ്യനാണ്. ലാസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം ബാച്ചിലറാണ്. അപ്പർ ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് അദ്ദേഹവും വരുന്നത്. ലോയുടെ മാറ്റേഴ്സ് ഒന്നും അദ്ദേഹത്തിന് പക്ഷേ വലിയ ഇതൊന്നുമില്ല, പക്ഷേ നല്ല രീതിയിൽ വായിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് ആ സമയത്തെ സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ളൊരു കമൻ്ററി പോലെയാണ് കേട്ടോ. അപ്പോൾ സ്പെക്ടേറ്റർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കൂടി ഇതിനകത്തുണ്ട്. അത് നമ്മുടെ ആരായിരിക്കും? റിച്ചാർഡ് സ്റ്റീലാണ്. സ്പെക്ടേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിന്ന് ഇവരെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ 18th സെഞ്ച്വറി സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു ക്ലബ്ബാണ് ഈ സ്പെക്ടേറ്റർ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണിത് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ എഴുതി പോകുന്നത്. സോഷ്യൽ റിഫർമേഷനാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതായത് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പബ്ലിക്കിനെ അറിയിക്കുക, അതാണ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഇതാണ് ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക എയിം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ജെന്റിൽമാൻ എന്ന് പറയുന്നത് സർ റോജർ ഡി കവേർലി. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി നേച്ചറുള്ളൊരു മനുഷ്യനാണ്. വളരെ ഗുഡ് സെൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. ആൻഡ് ഹി ഓൾവേസ് ഫൗണ്ട് ഫോൾട്ട് വിത്ത് ദ വേസ് ഓഫ് ദ വേൾഡ്. അതായത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതായത് ലോകം പോകുന്നത് ശരി, ഇങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല വേണ്ടത്, ഇത് എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അൺയൂഷ്വൽ നേച്ചർ ഉണ്ടെങ്കിൽ പോലും, അതായത് എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെ എനിമീസ് ഒന്നുമില്ല. ഓക്കെ, ആൻഡ് ദെൻ ഒരു ആളുകളെ പ്ലീസ് ചെയ്യാനുള്ളൊരു യുണീക്ക് കപ്പാസിറ്റിയും ആർക്കുണ്ട്? റോജറിനുണ്ട്. ദെൻ റോജർ ഒരു ബാച്ചിലർ ആയിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ വിഡോയുമായിട്ട്. പക്ഷെ അവർ റിജക്റ്റ് ചെയ്തു. അതിനുശേഷം അയാളൊരു നോർമൽ ഹാപ്പി മാൻ ആയിരുന്നില്ല.
ആൻഡ് ദെൻ പിന്നീട് ഇദ്ദേഹം സൊസൈറ്റിയിൽ മൂവ് ചെയ്തു. ആൻഡ് പിന്നെ ഹവവർ ഈ വിഡോ ഇയാളെ എന്താ പറയുക, നല്ല രീതിയിൽ അങ്ങ് കളഞ്ഞു. അതായത് റിജക്റ്റ് ചെയ്തപ്പോൾ ഇയാൾക്ക് ആ ലൈഫിനോടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി. 1 വർഷത്തോളം ഇയാൾ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്തത്. ആ ഒരു ബ്രേക്കപ്പ് കാരണം വളരെ സീരിയസ് ആയിട്ട് മാറി. പതുക്കെ അയാൾ എന്ത് ചെയ്തു, കുറച്ച് ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ ഹാപ്പിനെസ് എല്ലാം ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. പക്ഷേ എന്നാലും ഇദ്ദേഹം ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കെയർലെസ് ആവാൻ മാറി. കോട്ടും ജാക്കറ്റും ഒക്കെ കീറിയതൊക്കെ ഇടാൻ തുടങ്ങി. പിന്നെന്താണ് പറഞ്ഞത്, കീറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാഷൻ. ഈ കട്ടുണ്ടല്ലോ, ഓരോ കട്ട്സ് ഉണ്ടല്ലോ ഈ ക്ലോത്തിനകത്തും ജാക്കറ്റിനകത്തും ഓരോ സ്റ്റൈൽ കട്ടൊക്കെ വരുമല്ലോ, ആ സമയത്തെ ഫാഷനായിരുന്നു. ഒരുമാതിരി വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ഫാഷൻ സെൻസ് ആവാൻ തുടങ്ങി. ഫാഷൻ സെൻസ് ആയിരുന്നു ഇദ്ദേഹത്തിന് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം. ഇപ്പോൾ അദ്ദേഹത്തിന് 56 വയസ്സാണുള്ളത്. പക്ഷേ എന്നാലും വളരെ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അദ്ദേഹത്തിന് വീട്ടിലും അതായത് വില്ലേജിലും ടൗണിലും വീടുകളുണ്ട്. വളരെ ഗുഡ് നേച്ചറാണ്, അതുകൊണ്ട് ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. ആൻഡ് സെർവൻസിനെയൊക്കെ നല്ല രീതിയിലാണ് ഇദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഈ ജൂറി ഇപ്പം എന്തെങ്കിലും കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ ജൂറി ആയിട്ടൊക്കെ ഇദ്ദേഹം പോയി ഇരിക്കാറുണ്ട്. അതായത് ഈ ഓഡിയൻസ് പോലെ ഇംഗ്ലീഷിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസൊക്കെ എടുക്കുമ്പോഴേ ഒരു 10-14 പേരെ ജൂറി ആയിട്ട് 2 സൈഡിലും ഇങ്ങനെ ഇരുത്താറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇദ്ദേഹം എപ്പോഴും പോകുന്നതാണ്. അപ്പോൾ കോടതി അങ്ങനെ ജസ്റ്റിസിന് വേണ്ടി പോരാടുക, അതൊക്കെ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്റ്റീൽ അടുത്ത കമ്പാനിയനെ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ലോയറാണ്, അദ്ദേഹം ഒരു ബാച്ചിലറാണ്. അതായത് ലോ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം പറയുന്നത്. വളരെ ഷാർപ്പ് വിറ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഉള്ളൊരു വ്യക്തിയാണ്, ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് കാര്യങ്ങളോട്. ആൻഡ് ഇദ്ദേഹം ഈ ഒരു ഒക്കുപ്പേഷൻ എടുത്തത് തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഡിറക്ഷൻ പ്രകാരമാണ് കേട്ടോ. അദ്ദേഹത്തിന് പക്ഷേ ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എന്നാലും വായിക്കും, നല്ല അറിവുള്ള മനുഷ്യനൊക്കെയാണ്. അപ്പം അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ലോ സ്റ്റുഡൻ്റായി മാറിയത്. ആൻഡ് ഡ്രാമയും ഡ്രമാറ്റിക് ക്രിറ്റിസിസവും പഠിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ, ലോഞ്ചൈനസ് പോലെയുള്ള ഫിലോസഫേഴ്സിനെയൊക്കെ വളരെ ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊരു കുഴപ്പമുണ്ട്, ഈ മകൻ എന്തുമാത്രം ലീഗൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ലോ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇദ്ദേഹം ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ, ലോയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ മകന് അയച്ചു കൊടുക്കും. മകനാണെന്നുണ്ടെങ്കിൽ വേറൊരു ലോയറിൻ്റെ ഹെൽപ്പോടുകൂടി ഇതിൻ്റെ ഉള്ള ആൻസർ അച്ഛൻ അയച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ്. സോ ഇദ്ദേഹം ഫൂളൊന്നുമല്ല, ഫ്രണ്ട്സിന് മാത്രമേ അറിയത്തുള്ളൂ ഇദ്ദേഹം നല്ല രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന്. നല്ല ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. ബുക്സ് വായിക്കുക എന്ന് വെച്ചാൽ പഴയ ബുക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ ഏൻഷ്യൻ റൈറ്റേഴ്സിൻ്റെ സ്റ്റൈലും അവരുടെ ആക്ഷൻസും മാനേഴ്സും ഒക്കെയാണ് ഇയാൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഈ വേൾഡ്ലി മാറ്റേഴ്സിനോട് വളരെ അതായത് ഈ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളോടും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഒരു ഗുഡ് ക്രിട്ടിക്കും കൂടിയാണ്. പിന്നെ ഇതൊരു നല്ലൊരു ക്രിട്ടിക്കാണ്, ഇവരുടെ ഇടയിലുള്ള ഒരു നല്ല ക്രിട്ടിക്കാണ്. ദെൻ അടുത്തെന്ന് പറയുന്നത് സർ ആൻഡ്രൂ ഫ്രീപോർട്ട്. അദ്ദേഹം ഒരു ഗുഡ് ബിസിനസ്മാൻ ആണ്, ലണ്ടനിലെ. വളരെ ലെബോറിയസ് ആണ്, അതായത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, നല്ല രീതിയിൽ ബിസിനസ്സിനെ കുറിച്ച് ഗ്രേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, കൊമേഴ്സിനെ കുറിച്ചുള്ള നോളജ് വളരെ എക്സ്റ്റെൻസീവ് ആണ്, അതായത് നല്ല നോളജ് ഉണ്ട് ട്രേഡും കൊമേഴ്സിനെ കുറിച്ചുമൊക്കെ. കൺട്രിയുടെ ട്രേഡ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതിൽ കൂടുതൽ ഐഡിയാസൊക്കെ ഉള്ള മനുഷ്യനാണ്. ആൻഡ് ആർട്ടിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലും കൂടി കൂടുതൽ അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യം കൂടുതൽ ഡോമിനേഷൻ കാണിക്കണം എന്ന അഭിപ്രായമുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ മാത്രമേ ആ രാജ്യത്തിന് പവർ ഉണ്ടാകൂ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഇൻഡസ്ട്രിയിലൂടെ മാത്രമേ, കൊമേഴ്സ് അല്ലെങ്കിൽ ട്രേഡിലൂടെ മാത്രമേ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ വാല്യൂ കിട്ടത്തുള്ളെന്നും, അതുപോലെ തന്നെ ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പല നേഷനും തകർന്ന പോലെ നമ്മുടെ രാജ്യവും തകർന്നു പോകുമെന്നുള്ളൊരു ഭയമുള്ള വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. എപ്പോഴും ഷോർട്ടായിട്ടുള്ള ഈ മാക്സിംസ് അല്ലെങ്കിൽ പ്രോവേർബ്സ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. വളരെ യുണീക്കായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും കഴിയുന്ന ഒരാളാണ്. അയാളൊരു സെൽഫ് മെയ്ഡ് പേഴ്സണാണ്, വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിനും അതുപോലെ തന്നെ ബാക്കി രാജ്യങ്ങളെ പോലെ നല്ല രീതിയിൽ റിച്ച് ആവാൻ സാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള മെത്തേഡ്സും ഐഡിയാസും കുറേ ഉണ്ട്. നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സെൻട്രിയാണ്. ക്യാപ്റ്റൻ സെൻട്രി എന്ന് പറയുന്നത് വളരെ കറേജിയസും ഇൻ്റലിജൻറ്റും ഒക്കെ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്.
അദ്ദേഹത്തിൻ്റെ എബിലിറ്റീസിനെ ആരും അങ്ങനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. ഒരുപാട് വർഷങ്ങൾ ക്യാപ്റ്റനായിട്ട് മിലിറ്ററിയിലുണ്ടായിരുന്നു, നല്ല ബ്രേവായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എനിമീസിനെയൊക്കെ. ആർമി വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റോറിയസ് സർവീസ് ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിലും ആരും അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാനോ പ്രമോഷനോ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹം മിലിറ്ററി അങ്ങ് വിട്ടതാണ്. ആൻഡ് മിലിറ്ററിയിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററിയിൽ നല്ല രീതിയിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പൊസിഷൻ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ ഹമ്പിളായിട്ടുള്ള ബിഹേവിയറും വേണം, എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ കവേർഡായിട്ടുള്ള ആളുകളെയൊന്നും ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. പിന്നെ മിലിറ്ററിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ധൈര്യം വേണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് വളരെ ഫ്രാങ്കായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഈ ഓഫീസേഴ്സിൻ്റെ വീക്ക്നെസ്സസ് ഉണ്ടല്ലോ, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വീക്ക്നെസ്സസിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഫ്രാങ്കായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഫ്രാങ്ക്നെസ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ ഇദ്ദേഹം മിലിറ്ററിയിൽ നല്ല രീതിയിൽ ആളുകളെയൊക്കെ കമാൻഡ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നാൽ പോലും ഇയാൾ ഇറിറ്റേറ്റീവ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഒരു ഫ്ലാറ്റററും അല്ല, അതായത് ആളുകളെ സുഖിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. സുപ്പീരിയേഴ്സിനെ എല്ലാം ഒബേ ചെയ്ത് പോകുന്ന ഒരു മനുഷ്യനാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് വിൽ ഹണികൂംബാണ്. ഇയാൾ ഓൾഡാണ്. പിന്നെന്താണ് പറയുന്നത്, പക്ഷേ ഓൾഡ് ആണെങ്കിൽ പോലും അയാളുടെ പെരുമാറ്റത്തിലോ അയാളുടെ സംസാര രീതിയിലോ അതൊന്നും റിഫ്ലക്റ്റഡ് ആവുന്നില്ല. ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയാണുള്ളത്. സ്ത്രീകളെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്ത് സംസാരിക്കാൻ അറിയാം, നല്ലപോലെ ഡ്രസ്സ് ചെയ്യും, നല്ല രീതിയിൽ ഫാഷൻ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ വിൽ ഹണികൂംബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ നല്ല രീതിയിൽ ഇൻട്രസ്റ്റഡ് ആണ് ഇദ്ദേഹം. ആൻഡ് എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ എന്തെങ്കിലും പാർട്ടിയോ ഉണ്ടെങ്കിൽ സ്ത്രീകളോട് മാത്രമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അവരുടെ ഡ്രസ്സിനെ കുറിച്ച്, അവരുടെ മാനേഴ്സിനെ കുറിച്ച്, അവരുടെ ഫാഷനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഹിസ്റ്ററിയെക്കുറിച്ച് നല്ല നോളജ് ഉണ്ട്. ആൻഡ് അത് മാത്രമല്ല, ഹെയർ സ്റ്റൈലിനെ കുറിച്ച്, ഈ ഭാര്യമാരുടെ, അതായത് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ ഉള്ള ആളുകളുടെ ഭാര്യമാരുടെ ഹാറ്റ്സിനെ കുറിച്ച്, പിന്നെ അവരുടെ ഡോട്ടേഴ്സിനെ കുറിച്ച് ഒക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത്. ഓക്കെ, പക്ഷേ അതർ ദാൻ ദാറ്റ് ഹി വാസ് എ ജെന്റിൽമാൻ ആണ്. സ്ത്രീ വിഷയമൊക്കെ മാറ്റുമ്പോൾ ഇയാളൊരു വളരെ ഓണസ്റ്റ് ആൻഡ് വേർതി മാനാണ്. അതാണ് ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ 6 ക്യാരക്ടേഴ്സും കഴിഞ്ഞു. എൻഡ് ഓഫ് ദി എസ്സേയിൽ ഓതർ പറയുവാണ് അബൌട്ട് വൺ ഓഫ് ഹിസ് കമ്പാനിയൻസ്, അതായത് ഒരു ഫിലോസഫർ, ഒരു ക്ലർജിമാനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഒരു സേക്രഡ് ലൈഫാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ വീക്കാണ് അദ്ദേഹം, പക്ഷേ ഇൽ ഹെൽത്ത്, അതായത് നല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാടുള്ളൊരു വ്യക്തിയുണ്ട്, ഉള്ള ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ ഇൽ ഹെൽത്ത് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താണ്, ഡിവൈൻ ടോപ്പിക്കിനെ കുറിച്ചാണ് കൂടുതലും സംസാരിച്ചിരുന്നത്. പിന്നെന്താണ്, എല്ലാ ആളുകളുടെയും ഗുഡ് ഹെൽത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെന്താണ്, ഓക്കെ, അതൊരു ക്ലർജിമാനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ക്ലർജിമാനാണ് ലാസ്റ്റ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ക്ലർജിമാൻ എന്ന് പറയുമ്പം വയ്യാത്തത് കൊണ്ട് ഇയാൾ ചേർച്ചിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇയാൾക്ക് പ്രമോഷനൊന്നും കിട്ടിയിരുന്നില്ല. ലാസ്റ്റ് ക്യാരക്ടർ ക്ലർജിമാനാണ്. എൻഡ് ഓഫ് ദി എസ്സേയിൽ ഓതർ ക്ലർജിമാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെ സ്പെക്ടേറ്റർ ക്ലബ്ബ് വിസിറ്റ് ചെയ്യാറൊന്നുമില്ല എപ്പോഴും. അദ്ദേഹം ഒരു ഫിലോസഫറായിട്ട് ഒരു സേക്രഡ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ സ്പെക്ടേറ്റർ ക്ലബിനകത്ത് റിച്ചാർഡ് സ്റ്റീൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, അവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെക്ടേറ്റർ ക്ലബ്ബ് പിന്നെ എന്താണ്, ഏത് പീരിയോഡിക്കലിലാണ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പീരിയോഡിക്കൽ ഇൻ വിച്ച് ദ സ്പെക്ടേറ്റർ ക്ലബ്ബ് അപ്പിയർഡ്, ആ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, 6 ക്യാരക്ടേഴ്സിനെ കുറിച്ചുണ്ട്. പിന്നെ എയിം എന്താണ് സ്പെക്ടേറ്ററിൻ്റെ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു അർബൻ സിറ്റി ലൈഫിനെ കുറിച്ച് പറയുക, ആരാണ് ഈ ഒരു ഓരോ ഫസ്റ്റ് ക്യാരക്ടർ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. സ്പെക്ടേറ്റർ ക്ലബ്ബിലെ ഹ്യൂമർ എന്താണെന്ന്, അതായത് ഓരോ ക്യാരക്ടേഴ്സിനും കുറച്ച് സറ്ററൈസ് ചെയ്തിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കുക. പിന്നെ എന്താണ്, പറ്റുമെന്നുണ്ടെങ്കിൽ സ്പെക്ടേറ്റർ, അതായത് പിന്നെ റിച്ചാർഡ് സ്റ്റീലിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.